പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് ഈ 2020, 21, 22 കാലഘട്ടങ്ങളിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, പത്തനംതിട്ടയിലും ആറന്മുളയിലുമൊക്കെ ഭൂമി വാങ്ങുന്ന ഇടപാടുകൾ, തിരുവനന്തപുരത്തടക്കം ഭൂമി വാങ്ങുന്ന ഇടപാടുകൾ അടക്കം നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം SITക്ക് ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ വീട് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത്. അതിൽ ഈ ഭൂമി ഇടപാടുകളുടെ രേഖകൾ, നേരത്തെ ലഭിച്ച മൊഴികൾ, തെളിവുകൾ സാധൂകരിക്കുന്ന രേഖകൾ ലഭിച്ചു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ നല്ല സൗഹൃദമുണ്ടായിരുന്നു എന്ന് SITക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റായിരുന്ന കാലത്ത് പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിത്യസന്ദർശകരായിരുന്നു. ചില സമയങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ വീട്ടിൽ തങ്ങിയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണവും SIT നടത്തുന്നുണ്ട്. ആ കാലത്ത് അങ്ങനെ ആ വീട് കേന്ദ്രീകരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ ഗൂഢാലോചനകൾ നടന്നിരിക്കാം എന്നുള്ളൊരു വിലയിരുത്തലാണ് ഉള്ളത്. അപ്പോൾ ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്യുന്ന ഒരു പ്രോജക്റ്റുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിനെ സമീപിച്ചിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആറന്മുള കേന്ദ്രീകരിച്ച്, വീട് കേന്ദ്രീകരിച്ച് ഇരുവരും തമ്മിൽ പദ്ധതികൾ തയ്യാറാക്കിയിരിക്കാം. എങ്ങനെ ഇത് സ്വർണം ശബരിമലയിൽ നിന്ന് ആരുടെയും കണ്ണിൽ പെടാതെ എടുത്തുകൊണ്ട് പോകാം, അതിന് ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ എടുക്കാം എന്നൊക്കെയുള്ള ചർച്ചകൾ നടന്നിരിക്കാം എന്നുള്ളൊരു അനുമാനമുണ്ട്. അതിനൊപ്പം തന്നെ ഇപ്പോൾ പത്മകുമാറിന് അറസ്റ്റിലേക്ക് നയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ തെളിവ് എന്ന് പറയുന്നത് 2019 മാർച്ച് 19 നടന്ന ദേവസ്വം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് ആണ്. ആ മിനിറ്റ്സിലാണ് സുപ്രധാനമായ തീരുമാനം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ലോഹപാളികൾ എടുത്തു കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിൽ പത്മകുമാർ ഈ വെറും ചെമ്പ്, അതായത് സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ എന്നുള്ളത് വെട്ടി വെറും ചെമ്പ് എന്ന് എഴുതി അനുവദിച്ചിരിക്കുന്നു എന്ന് എഴുതി സ്വന്തം കൈപ്പടയിൽ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നതാണ് കുരുക്കായിരിക്കുന്നത്. അപ്പോൾ ഇത് ബോർഡിന്റെ തീരുമാനമായി വരുന്ന മിനിറ്റ്സ് ആണ്. ഈ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ അന്നത്തെ ബോർഡ് മെമ്പർമാരായ ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും മൊഴി അന്വേഷണ സംഘം എടുത്തിരുന്നു. ഈ രണ്ടുപേരും ഈ കേസിൽ പ്രതികളാണ്. 8ാം പ്രതി സ്ഥാനത്ത് വരുന്നത് പത്മകുമാറിനൊപ്പം ശങ്കർദാസും വിജയകുമാറുമാണ്. അപ്പോൾ പത്മകുമാറിനെ നേരത്തെ SIT അന്വേഷണത്തിനായി വിളിപ്പിച്ചെങ്കിലും പത്മകുമാർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. പക്ഷേ ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും മൊഴിയെടുത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ മൊഴിയെടുക്കുമ്പോൾ ഈ മിനിറ്റ്സ് കാണിച്ചപ്പോൾ അവർ അത് നിരാകരിക്കുകയാണ് ചെയ്തത്. പത്മകുമാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനം എന്നുള്ള മൊഴിയായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത്, പത്മകുമാറിനെ ചോദ്യം ചെയ്യുമ്പോൾ അത് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ശങ്കർദാസും വിജയകുമാറും ചേർന്ന് സാധാരണ ബോർഡ് യോഗം പോലെ എടുത്തതാണ് എന്ന് പത്മകുമാർ മൊഴി നൽകുകയാണെങ്കിൽ ഉറപ്പായും ശങ്കർദാസും വിജയകുമാറും ഈ കേസിൽ അറസ്റ്റിലാകും. ഒരു പക്ഷേ പത്മകുമാറിന് ശേഷം ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു അറസ്റ്റ് നടക്കാൻ പോകുന്നത് ശങ്കർദാസിന്റെയും ഒപ്പം തന്നെ വിജയകുമാറിന്റെയും ആകും എന്നുള്ള കാര്യമാണ്. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ പങ്ക് ഇതിനകം വലിയ രീതിയിൽ അതിനുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു.